ഭദ്രേ, ഇന്നേ ബോംബെ ഹൈക്കോടതി ഞങ്ങൾ ടീച്ചർമാർക്കൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു ജഡ്ജ്മെന്റ് ഡെലിവറി ചെയ്തു. എന്താ പറയണെന്നറിയോ? സാധാരണ നമ്മൾ റിട്ട് പെറ്റീഷൻസ് കേട്ടില്ലേ? ഈ റിട്ട് പെറ്റീഷൻസ് ഒന്നുകിൽ ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ അത്രേ പാടുള്ളൂ. അതും സാധാരണയായിട്ട് റിട്ട് പെറ്റീഷൻസ് നമ്മളുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്താലാണ് നമ്മൾ സുപ്രീം കോടതിയിലേക്ക് പോവാം. റിട്ട് ഹൈക്കോടതിയിൽ നമുക്ക് എന്ത് കാര്യത്തിനും പോവാം, പക്ഷെ പൊതുവെ ഇത്തരം കാര്യങ്ങളൊക്കെ സ്റ്റേറ്റിനെതിരെ പറ്റുള്ളൂ. സ്റ്റേറ്റ് നമ്മുടെ റൈറ്റ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ റിട്ട് പെറ്റീഷനായിട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ പക്ഷേ ഇന്നത്തെ ഈ ജഡ്ജ്മെന്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചർ ആ സ്കൂളിനെതിരെ ആണെങ്കിൽ പോലും റിട്ട് പെറ്റീഷൻ കൊടുക്കാം. ആർട്ടിക്കിൾ 226 പ്രകാരം ബോംബെ ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ ഒരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചർ പ്രൈവറ്റ് സ്കൂളിനെതിരെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്, റിട്ട് പെറ്റീഷൻ ആർക്കെതിരെ കൊടുക്കാം എന്നുള്ളത്. അതിനെ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യണത്. കാരണം ഇതുവരെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എപ്പോഴും ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന, ഗവൺമെന്റ് സംരക്ഷിക്കപ്പെടുന്ന ചില അവകാശങ്ങളായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് വഴി കോടതി പറയുന്നത് ഹൊറിസോണ്ടലിയും അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ പർട്ടിക്കുലർ റൈറ്റ്, ഫണ്ടമെന്റൽ റൈറ്റ്സിന് നമുക്ക് ഹൊറിസോണ്ടലി അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഗവൺമെന്റിനെതിരെ മാത്രമല്ല, ഫണ്ടമെന്റൽ റൈറ്റ് ആര് വയലേറ്റ് ചെയ്താലും അവർക്കെതിരെയൊക്കെ ഈ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാമെന്ന്. ഇതിലെന്താ ഉണ്ടായത് വെച്ചാൽ, മഹാരാഷ്ട്രയിൽ ഒരു റൂളുണ്ട്, പ്രൈവറ്റ് സ്കൂൾ ടീച്ചേഴ്സിന്റെ സാലറി ഫിക്സ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ ആ സ്റ്റാറ്റ്യൂട്ട് പറയുന്നതല്ല അതിലും കുറഞ്ഞ സാലറി ഒരു പ്രൈവറ്റ് സ്കൂളിൽ, പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ, ഒട്ടും എഴുതല്ലാത്ത ഒരു സ്കൂളിലെ ടീച്ചർക്ക് കൊടുത്താൽ പോലും അത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷനാണ്. അപ്പോൾ പ്രൈവറ്റ് സ്കൂളിനെതിരെയും ഒരു റിട്ട് പെറ്റീഷൻ പോവാം എന്നാണ് പറയുന്നത്. വളരെ പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ്.